പാതിനില ചന്ദ്രിക പോലെ 14ന്റെ ചേലൊളി പോരൊരു പാട്ട്. പാതിച്ചിരി ചന്ദ്രികയെ 14ന്റെ ചേലൊളി. അഷ്റഫ് ഹംസയുടെ സംവിധാനത്തിൽ 2020 പുറത്തിറങ്ങിയ സുലേഖ മനസ്സിൽ എന്ന ചിത്രത്തിലെ ഹാലാകം മാറുന്നു എന്ന ഗാനം അടുത്ത കാലങ്ങളിൽ ഇറങ്ങിയ സിനിമാ പാട്ടുകളിൽ ചടുലമായ വരികൾ കൊണ്ടും അതിനൊത്ത ഈണം കൊണ്ടും വളരെയധികം ശ്രദ്ധയാകർഷിച്ച ഒന്നാണ്. പല്ലവിയിൽ വളരെ പതിഞ്ഞ താളത്തിൽ തുടങ്ങുന്ന പാട്ട് അടുത്തടുത്ത ഓരോ പല്ലവികളിലും ക്രമാനുഗതം ദ്രുതഗതിയിലാകുന്നതാണ്. ഒരു ഘട്ടത്തിന് ശേഷം വാക്കുകളെ സമരോത്സുകമാക്കുകയാണ്. വാക്കുകൾ കൊണ്ട് അമ്മാനമാടുക എന്ന് നമ്മൾ പറയാറില്ലേ, അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരു രക്ഷയുമില്ലാത്ത തരത്തിൽ വാക്കുകളുടെ ഒരു കുത്തൊഴുക്ക് സൃഷ്ടിച്ചിരിക്കുകയാണ് മൊഹസീൻ ബരാരി എന്ന ഗാനരചയിതാവ്. പാട്ടിന്റെ സൗന്ദര്യം ഒട്ടും ചോരാതെ പൊട്ടിച്ചിതറുന്ന കുറെ വാക്കുകൾ, ഭാവനകൾ, സംഹിതകൾ, കൽപ്പനകളൊക്കെ കവി ഒരു സംഭവമായി തന്നെ പണിതിട്ടിരിക്കുന്നു. രണ്ടു വാക്കുകൾക്കിടയിൽ വരുന്ന ശ്വാസമെടുക്കാൻ കെട്ടുന്ന ഒരു നിമിഷാർദ്ധങ്ങളിൽ പോലും പലയിടത്തും മനോഹരമായ ഒരു പദം ചേർത്ത് വെച്ച് ഒരു പാട്ടിനെ അത്രയേറെ സന്തുഷ്ടമാക്കിയ മൊഹസീൻ ബരാരി എന്ന എഴുത്തുകാരൻ പുതുമലയാള സിനിമാ ശാഖയ്ക്ക് ഒരു പുത്തൻ വസന്തം തന്നെയാണെന്ന് നമുക്ക് പറയാം. വിഷ്ണു വിജയ് എന്ന സംഗീതജ്ഞനെ ഒരിക്കൽ കൂടി മലയാള സിനിമാ ഗാനരംഗത്ത് അടയാളപ്പെടുത്തുന്ന മറ്റൊരു പാട്ടായി മാറുകയാണ് ഹാലാകെ മാറുന്നു എന്ന ഗാനം. അടുത്ത കാലത്ത് മലയാളത്തിൽ ഇത്രയേറെ നെഞ്ചിൽ തട്ടുന്ന ഗാനങ്ങൾ ഒരുക്കിയ മറ്റൊരു സംഗീത സംവിധായകൻ ഉണ്ടോ എന്നറിയില്ല. അത്രയേറെ സുന്ദര ഗാനങ്ങളാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയാണ് ഈ ഗാനത്തിൻ്റെ ഹാലാകെ മാറ്റിയ ഒരാളെക്കുറിച്ച് പറയാനുള്ളത്. ഇത്ര റിപ്പീറ്റ് വാല്യൂ ഉള്ള, ഇനിയുള്ള കാലങ്ങളിൽ ആളുകൾ വളരെയേറെ കേൾക്കാനിടയുള്ള, കേട്ടുകൊണ്ടിരിക്കുന്ന, പൂതികളായിരം പൂവികളാകുന്ന പൂത്തു നിൽക്കുന്ന പാട്ട് മോഹത്തോടെ പാടിയ ഗായികയെ പറ്റി. നമ്മളിലെ കാത്തു കാത്തൊരു മഴയത്ത്, സോൾട്ട് ആൻഡ് പെപ്പറിലെ ചെമ്പാവിൻ പൊന്നെല്ലിൻ ചോറോ, ഉടലാഴത്തിലെ പൂമാതെ പൊന്നമ്മ ഒക്കെ പാടി നമ്മളെ കൊതിപ്പിച്ച ഗായിക പുഷ്പവതി. വ്യത്യസ്തമായ ശബ്ദവും അതിമനോഹരമായ ആലാപന ശൈലിയും കൊണ്ട് പുഷ്പവതി അതിദ്രുതമോടി സംഗീതത്തിനെ സബർക്കത്തിങ്കിൽ എത്തിപ്പെട്ട അവസ്ഥയിലെത്തിക്കുന്നു. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായി പാടാനാവും എന്ന് കരുതുന്ന ഈ ഗാനം അങ്ങനെ അല്ലാത്ത ഒരെണ്ണമാണ്. അത് അതിമനോഹരമായി ഒരു മുത്തുപോലെ പാടി വെച്ചിരിക്കുകയാണ് ഈ ഗായിക. ഈ ഗാനത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച മൊഹസീൻ, വിഷ്ണു വിജയ്, പുഷ്പവതി എന്നിവരുടെ കുറേയേറെ നല്ല പാട്ടുകൾ ഇനിയും പിറകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു പാട്ടും കഥയുമായി വീണ്ടും കാണാം. ബൈ.